ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ. ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. അപ്പോൾ വീട്ടിൽ കുറച്ച് ഫ്രൂട്ട്സ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മോനൊക്കെ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതേസമയം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളൂ. വളരെ സിമ്പിളുമാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. മിൽമയുടെ പാലാണ്. 1 ലിറ്റർ പാലെടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരിച്ചിരി വെള്ളം കൂടെ ചേർത്താണ് തിളപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വരുമ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത്. 4 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് 1 ലിറ്റർ പാലിന് ഞാൻ ചേർക്കുന്നത്. ടേബിൾ സ്പൂണാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ 10 രൂപയുടെ അമുലിൻ്റെ പാൽപ്പൊടി ഉണ്ടല്ലോ, അത് ജസ്റ്റ് ആ പാല് കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കട്ടയൊന്നും കെട്ടാണ്ട് തന്നെ ഇതിലോട്ട് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് കുറുകി വരുമ്പോൾ ഇനി നമുക്ക് കസ്റ്റേർഡ് പൊടിയാണ്, പക്ഷേ അത് ഇപ്പോഴല്ല, 2 ടേബിൾ സ്പൂണാണ് അതും എടുത്തേക്കുന്നത്. അതും ഈ ചൂടായ പാല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കലക്കി റെഡിയാക്കി മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വേണ്ടത് 1/2 കപ്പോളം വറുത്ത സേമിയാണ്. നമ്മുടെ കയ്യിൽ വറുത്തത് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ സേമിയ ഒരു ഇച്ചിരി നെയ്യോ എന്തെങ്കിലും ഒഴിച്ച് നമ്മളൊന്ന് പാനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതും ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ ആ ലോ ഫ്ലെയിമിൽ ആക്കിയ ശേഷം കുറേശ്ശെയായിട്ട് നമ്മുടെ കസ്റ്റേർഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുമിച്ച് ഒഴിച്ചെടുക്കരുത്, കട്ട കിട്ടും. ഒത്തിരി വെട്ടി തിളച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒഴിച്ചു കൊടുക്കരുത്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഒരു ചെറിയ രീതിയിൽ കുറുകി വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ 2 ട്രിപ്പായിട്ട് ഞാൻ ആ കസ്റ്റേർഡ് കലക്കിയത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം കുറുകി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഇത് തണുക്കാനായിട്ട് വെക്കുക കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി അതിലേക്ക് ചേർക്കേണ്ട കയ്യിലുള്ള ഫ്രൂട്ട്സും ഇൻഗ്രീഡിയൻസും ഒക്കെ നമുക്ക് ചേർത്തെടുക്കുക. ഈ ഒരു തിക്നെസ്സിന് വേണം നമുക്ക് നമ്മുടെ ഈ ഒരു ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ തണുത്ത ശേഷം ഞാൻ കസ്കസ് കുതിർത്തത്, ഒരു 3 ഈന്തപ്പഴം കുരു കളഞ്ഞ് കട്ട് ചെയ്തത്, ഒരു അത്യാവശ്യം വലിപ്പമുള്ള ആപ്പിള്, ഒരു ഏത്തപ്പഴം, ഈ അളവിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് 4ആയിട്ട്, ഒരു മാതളത്തിൻ്റെ ഇതും കൂടെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അത്യാവശ്യം ഈ ഒരു തിക്നെസ്സിന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് നമ്മൾ ഫ്രീസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നല്ല കഴിക്കാൻ ടേസ്റ്റാണ്. ഒരു തുള്ളി വാനില എസൻസും കൂടെ ചേർത്താൽ നല്ലൊരു ഫ്ലേവറും കൂടെ കയറി വരും കേട്ടോ. അപ്പോൾ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീം ചേർക്കുക. ഇപ്പം ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ജസ്റ്റ് ഒരു 1/2-3/4 മണിക്കൂറോളം ഫ്രീസ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടുവോളം അങ്ങോട്ട് കഴിച്ചോളും. മോനായാലും നമുക്കാണെങ്കിലും ഈ ചൂടത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സലാഡാണ് ഫ്രൂട്ട് സലാഡ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സലാഡാണ് ഫ്രൂട്ട് സലാഡ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമാവുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. വീണ്ടും കാണാം. ബൈ.